ഇടുക്കി മറയൂരിൽ ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പ ഇറങ്ങി. ഇന്ന് പുലർച്ചെയാണ് മറയൂരിൽ പടയപ്പ ഇറങ്ങിയത്. ആനയ്ക്ക് മതപ്പാടെന്ന വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. സുബിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നു. സുബിൻ, ഈ കഴിഞ്ഞ വർഷവും ഫെബ്രുവരിയിൽ പടയപ്പയ്ക്ക് മതപ്പാട് സ്ഥിരീകരിച്ചിരുന്നു. നമുക്കറിയാം, മതപ്പാട് സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ ഈ കൊമ്പൻ അക്രമാസക്തനാകുന്നത് പതിവുമാണ്. ഈ പതിവായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പടയപ്പ അതുകൊണ്ട് തന്നെ ആശങ്ക സൃഷ്ടിക്കുന്നുമുണ്ട്. ഇപ്പോൾ പതിവിന് വ്യത്യസ്തമായി മതപ്പാട് കൂടി കണ്ടെത്തിയതോടുകൂടി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ജാഗ്രത പാലിക്കേണ്ട ഒരു സമയവുമാണ്. എന്തായാലും ആനയെ നിരീക്ഷിക്കാനായി പ്രത്യേക സംഘത്തെ നിയമിച്ചതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാച്ചർമാർ അടങ്ങുന്ന പ്രത്യേക സംഘം 24 മണിക്കൂറും ആനയെ നിരീക്ഷിക്കും. കാരണം പടയപ്പ എന്ന കാട്ടാനയ്ക്ക് മതപ്പാട് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് ഫെബ്രുവരിയിലാണ് പടയപ്പയ്ക്ക് മതപ്പാട് കണ്ടത്. 30-ലധികം വാഹനങ്ങൾ പടയപ്പ ആ സമയത്ത് ആക്രമിച്ച് കേടുവരുത്തിയിരുന്നത് വലിയ വാർത്തയായിരുന്നു. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജനവാസ മേഖലയിൽ കൊമ്പൻ ഇറങ്ങുന്നത് പതിവായൊരു സാഹചര്യത്തിൽ ഈ മതപ്പാട് കൂടി കണ്ടതിനാൽ ജനങ്ങളും ഭീതിയിലാണ്. ഇന്നലെ പകൽ പെരിയവര ഭാഗത്ത് പടയപ്പ ഇറങ്ങിയിരുന്നു. 2 ദിവസം മുമ്പ് കനിമല ലോവർ ഡിവിഷനിലെ ജനവാസ മേഖലയിൽ കൂടി കൊമ്പൻ ഇറങ്ങി. അവിടെ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇപ്പോൾ മറയൂരിലാണ് പടയപ്പ വീണ്ടും ഇറങ്ങിയിരിക്കുന്നത്. സുബിൻ, ആനയെ നിരീക്ഷിക്കാനുള്ള സംഘത്തിന്റെ വിശദാംശങ്ങൾ, അതോടൊപ്പം ആന നിലവിൽ എവിടെയാണ് എന്ന് സ്ഥിരീകരണമുണ്ടോ? ഇപ്പോഴും ഈ മറയൂർ മേഖലയോട് ചേർന്ന നയമക്കാട് മേഖലയിൽ തന്നെയാണ് ആന ഉള്ളത് എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന വിശദീകരണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ആന മതപ്പാടിലാണ് എന്നുള്ളതാണ്. പടയപ്പ മതപ്പാടിലാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കൂടുതൽ അക്രമാസക്തനാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായും ഈ ആനക്കൂട്ടത്തോടൊപ്പം ചേർന്നെങ്കിൽ മാത്രം ഈ ഒരു മതപ്പാട് എന്നൊരു ചെറിയ ഈ ആക്രമണങ്ങൾക്ക് ഒരു അയം ഉണ്ടാകും എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് വനംവകുപ്പിനുള്ളത്. എന്തായാലും വനംവകുപ്പ് ഈ ഒരു ആനയുടെ നീക്കങ്ങൾ പൂർണ്ണമായി നിരീക്ഷിക്കുകയാണ്. ഇന്നലെയാണ് മറയൂർ ഉദുമൽപേട്ട റോഡിൽ ഈ ഒരു ആന ഇറങ്ങുകയും ഈ വാഹനങ്ങൾ മണിക്കൂറുകളോളം തടഞ്ഞിരിക്കുകയും ചെയ്തത്. പലപ്പോഴും ഈ വാഹനങ്ങൾക്ക് നേരെ ആന പാഞ്ഞെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അത്രത്തോളം അക്രമാസക്തനായാണ് ആന നിൽക്കുന്നത്. ഒരു വാഴ ചുരുട്ടി എറിയുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നിന്ന് ആളുകൾ പകർത്തി നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ അത്രത്തോളം അക്രമാസക്തനായാണ് നിൽക്കുന്നത്. മേഖലയിൽ വ്യാപകമായ കൃഷിയും ആന നശിപ്പിച്ചിട്ടുണ്ട്. പകൽ സമയത്ത് പോലും ആന ഇത്തരത്തിൽ ഇറങ്ങുന്ന ഒരു ആശങ്ക ആളുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ മതപ്പാട് ഉള്ളതുകൊണ്ട് തന്നെ പ്രധാനമായും ആന കടന്നു പോകുന്നത് ഈ തോട്ടം മേഖലകളിലൂടെയാണ്, ഈ തേയിലത്തോട്ടങ്ങളിലൂടെയാണ്. അതുകൊണ്ട് ഈ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ കൂടുതൽ ആശങ്കയിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രധാനമായും ഈ മൂന്നാർ മേഖലയിലേക്ക് കൂടുതൽ കാട്ടാനകൾ, അതായത് പുതിയ കാട്ടാനകൾ എത്തുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ ഈ പഴയ കാട്ടാനകൾ കൂടുതൽ അക്രമാസക്തരാകുന്ന സാഹചര്യം, ഈ പുതിയ കാട്ടാനകളുമായി സംഘടന ഏർപ്പെടുന്ന സാഹചര്യം. ഇത്തരത്തിൽ ഈ സംഘടനകളെല്ലാം തന്നെ ആനകൾക്ക് മുറിവ് പറ്റുകയും കൂടുതൽ അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ മൂന്നാർ മേഖലയിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ആശങ്ക പ്രധാനമായും ഈ മേഖലയിൽ ഉണ്ട് താനും. എന്തായാലും വനംവകുപ്പിന്റെ പ്രത്യേക സംഘം നിലവിൽ ഇപ്പോൾ ആനയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണ്. മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ ആന കൂടുതൽ അക്രമാസക്തനാകുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഒരു നിരീക്ഷണം ശക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഈ പലപ്പോഴും ആന എത്തി അല്ലെങ്കിൽ ആന കടന്നു പോകുന്നെന്ന് പറയുമ്പോൾ പോലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന ആരോപണം പണ്ട് മുതൽക്കേ ഉള്ളതാണ്. അത് ആളുകൾ ഇപ്പോഴും കൂടുതലായി ഉയർത്തുന്ന അല്ലെങ്കിൽ ആരോപണം ശക്തമാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രധാനമായും ഈ പടയപ്പയെ നിരീക്ഷിക്കുന്നതിന് പ്രത്യേക ആറാട്ട് സംഘത്തെയൊക്കെ നിയോഗിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നു. അതിന് ഒരു പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിക്കുകയും ചെയ്തു. പക്ഷേ ആ സംഘത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്നതാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം. ഇത്തരത്തിൽ ആനയെ 24 മണിക്കൂറും പടയപ്പയെ 24 മണിക്കൂറും നിരീക്ഷിക്കാനുള്ള ആ പ്രത്യേക സംഘത്തിന്റെ സേവനം അടിയന്തരമായി ലഭ്യമാക്കണമെന്നുള്ളതാണ് ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ശരി സുബൻ.